കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡൂവിൻ്റെയും ഡസിൻ്റെയും ഡിഡിൻ്റെയും ഉപയോഗത്തെപ്പറ്റി പഠിച്ചു. എന്നാൽ ഈ വാക്കുകളുടെയൊക്കെ സാധാരണ അർത്ഥം എന്താണ്? ഈ ഡു, ഡസ്, ഡിഡ് മാത്രമല്ല, നമ്മൾ ഓക്സിലിയറി വേർബ്സിൽ പഠിച്ച ഈസ്, ആം, ആർ, വാസ്, വെർ, ഹാവ്, ഹാസ്, ഹാഡ് ഇവയുടെയൊക്കെ അർത്ഥം എന്താണ്? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കാനുള്ളവർക്കാണ് ഈ വീഡിയോ സീരീസ്. നിങ്ങളും ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന ഈ സീരീസിലെ വീഡിയോസ് എല്ലാം നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഏത് വീഡിയോയും നിങ്ങളുടെ ഇഷ്ടത്തിന് കാണുവാനായി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വീഡിയോയും കാണാത്തവർക്ക് ആദ്യം മുതൽ കാണാം. ഏതെങ്കിലും വീഡിയോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്ത് കാണാം. ഇനി നമുക്ക് നേരെ ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് പോകാം. ഓക്സിലിയറി വേർബുകളെ പറ്റി നമ്മൾ 7ാമത്തെ എപ്പിസോഡിൽ പഠിച്ചു. പ്രൈമറി ഓക്സിലിയറി വേർബ്സ് ആയ ഈസ്, ആം, ആർ, വാസ്, വെർ, ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ് എന്നിവയുടെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ഓക്സിലിയറി വേർബ്സായും മെയിൻ വേർബ്സായും ഉപയോഗിക്കാവുന്നവയാണ് ഈ വാക്കുകൾ. ഈ വാക്കുകളുടെ സാധാരണ അർത്ഥം എന്താണ് എന്നാണ് നമ്മളിവിടെ നോക്കുവാൻ പോകുന്നത്. ഇവ ഓക്സിലിയറി വേർബായി ഉപയോഗിക്കുമ്പോൾ വരുന്ന മറ്റ് അർത്ഥങ്ങൾ ടെൻസ് പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാവുന്നതാണ്. ഇവിടെ ഈ വാക്കുകളുടെ സാധാരണ അർത്ഥമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ഈസ്, ആം, ആർ ഈ 3 വാക്കുകൾ നമുക്ക് നോക്കാം. ഇവയുടെ സാധാരണ അർത്ഥം ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാണ്. ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ് അല്ലെങ്കിൽ ഞാനൊരു ടീച്ചറാകുന്നു. ഹി ഈസ് ഇൻ്റലിജൻറ്റ്, അവൻ ബുദ്ധിമാനാണ്. യു ആർ ഹാപ്പി, നീ ഹാപ്പിയാണ്. ചില കേസുകളിൽ ഈ വാക്കുകൾക്ക് ഉണ്ട് എന്ന അർത്ഥവും പറയാറുണ്ട്. ഐ ആം ഹിയർ, നമ്മൾ നേരത്തെ പറഞ്ഞ രീതി അനുസരിച്ച് ഞാൻ ഇവിടെയാണ് എന്നർത്ഥം വരും. എന്നാൽ ഐ ആം ഹിയർ എന്നതിന് ഞാൻ ഇവിടെ ഉണ്ട് എന്നും അർത്ഥം പറയാം. അതുപോലെ ഹി ഈസ് ദെയർ, അവൻ അവിടെയാണ് എന്ന അർത്ഥത്തിന് പുറമെ അവൻ അവിടെയുണ്ട് എന്ന് നമുക്ക് പറയാം. യു ആർ ദെയർ, നീ അവിടെയുണ്ട്. അപ്പോൾ ഈ രീതിയിലും ഈസ്, ആം, ആർ എന്നീ വാക്കുകൾക്ക് അർത്ഥം വരുന്നു. ഇതേപോലെ കഴിഞ്ഞു പോയ കാര്യം പറയാനാണ് വോസും വേറും ഉപയോഗിക്കുന്നത്. അതായത് വോസ്, വേർ എന്നീ വാക്കുകളുടെ സാധാരണ അർത്ഥം ആയിരുന്നു എന്നാണ്. ഐ വാസ് എ ടീച്ചർ, ഞാനൊരു ടീച്ചറായിരുന്നു. ഹി വാസ് ഇൻ്റലിജൻറ്റ്, അവൻ ബുദ്ധിമാനായിരുന്നു. യു വർ ഹാപ്പി, നീ ഹാപ്പി ആയിരുന്നു, സന്തോഷവാനായിരുന്നു. ഇങ്ങനെ വരും അർത്ഥം. ഇനി ഈസ്, ആം, ആർ എന്നിവയുടെ കാര്യത്തിൽ ഉണ്ട് എന്നർത്ഥം വന്നതുപോലെ വാസ്, വേർ എന്നിവയ്ക്ക് ഉണ്ടായിരുന്നു എന്നും ചിലപ്പോഴൊക്കെ അർത്ഥം വരും. ഐ വാസ് ദേർ, ഞാൻ അവിടെ ആയിരുന്നു എന്നും പറയാം, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നും പറയാം. യു വർ ദേർ, നീ അവിടെ ആയിരുന്നു അല്ലെങ്കിൽ നീ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈസ്, ആം, ആർ, വാസ്, വെർ എന്നിവയുടെ അർത്ഥം നമ്മൾ നോക്കി. ഇനി ഹാവ്, ഹാസ്, ഹാഡ് എന്നിവ നോക്കാം. ഹാവ്, ഹാസ് എന്നീ വാക്കുകളുടെ സാധാരണ അർത്ഥം ഉണ്ട് എന്നാണ്. സിറ്റുവേഷൻ അനുസരിച്ച് വേറെ അർത്ഥങ്ങളും വരാറുണ്ട്. അത് നമുക്ക് മറ്റു സന്ദർഭങ്ങളിൽ അവ വരുമ്പോൾ പഠിക്കാം. ഉദാഹരണം നോക്കിയാൽ ഐ ഹാവ് എ കാർ, എനിക്ക് ഒരു കാറുണ്ട്. വി ഹാവ് ആൻ എക്സാം, ഞങ്ങൾക്ക് ഒരു പരീക്ഷയുണ്ട്. ഹി ഹാസ് മണി, അവന് പണമുണ്ട്. ഇങ്ങനെയാണ് ഹാവ്, ഹാസ് എന്നിവയുടെ അർത്ഥം വരിക. ഇതേ രീതിയിൽ പഴയ കാര്യം പറയാനാണ് ഹാഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹാഡിൻ്റെ അർത്ഥം എന്തുവരും? ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്നാണ് ഹാഡിൻ്റെ അർത്ഥം. ഐ ഹാഡ് എ കാർ, എനിക്ക് ഒരു കാർ ഉണ്ടായിരുന്നു. വി ഹാഡ് ആൻ എക്സാം, ഞങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു പരീക്ഷയുണ്ടായിരുന്നു. ഹി ഹാഡ് മണി, അവന് പണമുണ്ടായിരുന്നു. അപ്പോൾ ഓർക്കുക, ഹാവിൻ്റെയും ഹാസിൻ്റെയും അർത്ഥം ഉണ്ട്, ഹാഡിൻ്റെ അർത്ഥം
ഉണ്ടായിരുന്നു. ഇനി ഡു, ഡസ്, ഡിഡ് നോക്കാം. ഇവ മാത്രമായി ഉപയോഗിക്കുമ്പോഴുള്ള ഏറ്റവും സിമ്പിൾ അർത്ഥമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഡു, ഡസ് എന്നിവയുടെ സാധാരണ അർത്ഥം ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നു എന്നൊക്കെയാണ്. അല്ലെങ്കിൽ ചെയ്യുന്നു എന്നതുമായി ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അർത്ഥം വരും. ഉദാഹരണം നോക്കിയാൽ ഐ ഡു ഇറ്റ്, ഞാൻ അത് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യാറുണ്ട്. ഹി ഡസ് ഇറ്റ്, അവൻ അത് ചെയ്യുന്നു. ഇനി വെറുതെ ഡു ദിസ് എന്ന് പറഞ്ഞാലോ, ഇത് ചെയ്യൂ അല്ലെങ്കിൽ ഇത് ചെയ്യുക എന്നാണ് അർത്ഥം. ഇനി ഡിഡ് നോക്കാം. ചെയ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഐ ഡിഡ് ഇറ്റ്, ഞാനത് ചെയ്തു അല്ലെങ്കിൽ ഞാനാണ് അത് ചെയ്തത്. ഹി ഡിഡ് ദിസ്, അവനാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ അവൻ ഇത് ചെയ്തു. ഇങ്ങനെയാണ് ഡു, ഡസ്, ഡിഡ് എന്നിവയുടെ സാധാരണ അർത്ഥം വരിക. അപ്പോൾ ഈസ്, ആം, ആർ, വാസ്, വെർ, ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ് എന്നീ വാക്കുകളുടെ സാധാരണ അർത്ഥം എങ്ങനെ വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്